കേൾക്കടോ മുസ്ലിമേ, സൂറത്ത് ത്വാഹയാണ്. ആർക്ക് വേണമെങ്കിലും അവസാനത്തെ പേജ് എടുത്തു നോക്കാം. അല്ലാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ അല്ലാഹു പറയുന്നു രണ്ട് പ്രതിഫലം തരാ, രണ്ട് പ്രതിഫലം തരാ. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹു പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക. അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, ഉസ്താദേ ദുആ ചെയ്യാൻ. ഞാൻ ആരോടാ പറയണ്ടേ? നിങ്ങൾ എന്റെ അടുത്ത് വന്ന് ദുആ ചെയ്യാൻ പറയുമ്പോ ഞാൻ അതിനേക്കാളും പ്രയാസങ്ങളുമായി ചുമന്നു നടക്കുന്നവനാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് പ്രയാസമുണ്ടായാലും, എത്ര വലിയ പ്രയാസമുണ്ടായാലും പിടിച്ചു നിൽക്കണം. അല്ലാഹു അതിനുള്ള ധൈര്യം നൽകുമാറാകട്ടെ, അതിനുള്ള ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ തളരാൻ പാടില്ല. എത്ര വലിയ പ്രയാസം വന്നാലും നമ്മൾ പിടിച്ചു നിൽക്കണം. അതിനുള്ള ഒരൊറ്റ കാര്യം ഓർത്താൽ മതി, ഒറ്റ ഹദീസ് ഓർത്താൽ മതി. ഒരേ ഒരു ഹദീസ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടെങ്കിൽ എത്ര വലിയ ദുഃഖം വന്നാലും നിങ്ങൾ പിടിച്ചു നിൽക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു ദിക്ർ പറഞ്ഞുതരട്ടെ, ഒരു ദിക്ർ പറഞ്ഞുതരട്ടെ. വേണോ വേണ്ടേ? വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തിട്ടേ കാര്യമുള്ളൂ, വയറ് നിറഞ്ഞിരിക്കുന്നവന് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. വേണോ വേണ്ടേ? ഏത് പ്രതിസന്ധി വന്നാലും, എടോ മരിക്കണമെന്ന് തോന്നിയാലും ഈ ദിക്ർ ഒരു 3 വട്ടം പറഞ്ഞ നിന്റെ മനസ്സിന് ധൈര്യം വരും. എത്ര വലിയ പ്രയാസം വന്നാലും ഒരു ദിക്ർ അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ ദിക്ർ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതാ, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ നിർത്തിയിരിക്കുമ്പോ ഇബ്രാഹിം നബി പറഞ്ഞ ദിക്ർ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. ആയിഷ ബീബിയുടെ ചരിത്രം നമ്മൾ പഠിച്ചു നോക്കണം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് വ്യഭിചാര ആരോപണമുണ്ടായി. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു സ്വഹാബിയ, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയ. നബിതങ്ങളും സ്വഹാബത്തും ഒരിക്കൽ യാത്ര ചെയ്തു വരുമ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവരുടെ മലമൂത്ര വിസർജനം, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാഹനം നിർത്തി. എന്നിട്ട് നബിതങ്ങള് പെണ്ണുങ്ങളോട്, ആയിഷ ബീവിയുണ്ട്, പെണ്ണുങ്ങളോട് പറഞ്ഞു പോകാൻ. ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഇറങ്ങി തന്റെ ആവശ്യത്തിന് വേണ്ടി പോയി. ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ട് തിരിച്ചു വന്ന് വാഹനത്തിൽ കയറി. എല്ലാരും കണ്ടു ആയിഷ ബീബി കയറുന്നത്. അത് കഴിഞ്ഞ് ആണുങ്ങൾ ഇറങ്ങിപ്പോയി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വാഹനത്തിന്റെ മുകളിൽ ഇരിക്കുമ്പോഴാ തന്റെ മാല കാണുന്നില്ല. ആയിഷ ബീബിക്ക് മനസ്സിലായി, ഞാൻ പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടു പോയി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി മാല തെരഞ്ഞുപോയി. ആരും അത് കണ്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും വന്ന വാഹനങ്ങളിൽ കയറി. ആയിഷ ബീവി അതിന്റെ മുകളിലുണ്ടെന്ന് കരുതിയിട്ട് എല്ലാവരും യാത്ര തുടങ്ങി. ആയിഷ ബീബി റളിയല്ലാഹു തആല മാലയും എടുത്തുകൊണ്ട് തിരിച്ചു വന്നപ്പോ ആരെയും കാണുന്നില്ല. എല്ലാരും പോയി മരുഭൂമിയിൽ ഒറ്റയ്ക്കിരിക്കുകയാ. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന ഒരു സ്വഹാബി ഒറ്റയ്ക്ക് വരികയാ. നബിതങ്ങൾ ഈ സ്വഹാബിക്ക് ഒരു ജോലി ഏൽപ്പിച്ചു. കളഞ്ഞു പോകുന്ന സാധനം എടുത്തുകൊണ്ടുവരാൻ നീ പുറകിൽ വാ എന്ന് നിർത്തിയ സ്വഹാബി ആയിഷ ഉമ്മയെ കണ്ടു. എന്താണെന്ന് പോലും ചോദിച്ചില്ല, വാഹനത്തിൽ കയറാൻ പറഞ്ഞു. അങ്ങനെ യാത്ര തുടർന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, ഇവര് രണ്ടുപേരും കൂടെ ചെന്ന് രാവിലെ സമയത്താണ്, എല്ലാ ശൈത്താന്മാരും ഇറങ്ങുന്ന സമയത്ത് രാവിലെ പോയിട്ട് ഇറങ്ങി. എല്ലാവരും കണ്ടു. ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു രാത്രി മുഴുവനും കഴിഞ്ഞിട്ട് വരുന്ന രംഗമാണ്. കാണേണ്ടവർ തുടങ്ങുകയാ. മുനാഫിക്കീങ്ങളാണ് തുടങ്ങുന്നത്. പടച്ച റബ്ബേ, പിന്നെ
പിന്നെ പറയേണ്ടതില്ലല്ലോ, നാട് മുഴുവനും പറഞ്ഞു പരത്തുകയാണ്. ആയിഷ വ്യഭിചരിച്ചു, ആയിഷ വ്യഭിചരിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാ. പടച്ചറപ്പേ, അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായി. നബിതങ്ങൾ മിണ്ടുന്നില്ല, അല്ലാഹുവിന്റെ പ്രവാചകന് സംസാരിക്കുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തകർന്നിരിക്കുകയാണ്. ആയിഷയുടെ സങ്കടം കണ്ടപ്പോ നബിതങ്ങൾ പറഞ്ഞു, ആയിഷ, കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കൂ, നിന്റെ ഉമ്മയുടെ കൂടെ സമാധാനം കിട്ടുമല്ലോ. ആയിഷ ബീവിക്ക് വല്ലാത്ത സങ്കടമായി. നബിതങ്ങൾ ഇറക്കി വിട്ടതല്ല, ഒരു സമാധാനത്തിന് പറഞ്ഞു വിട്ടതാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീട്ടിൽ ചെന്നു ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഉമ്മ. അല്ലാഹുവേ, ആയിഷ ബീവിയുടെ ഉമ്മ പറയുകയാ, തെളിവുകൾ മുഴുവനും നിനക്ക് എതിരാണ്. ആയിഷ ഒറ്റപ്പെടുകയാണ്. വീടിനകത്ത് കയറിയിട്ട് കഥകടച്ചിരിക്കുകയാ. പടച്ചവനെ, ചെറുപ്പക്കാരിയായ ചെറിയ പ്രായമുള്ള ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് നരമ്പ് മുറിച്ചില്ല, തൂങ്ങി മരിച്ചില്ല, വിഷമെടുത്തടിച്ചില്ല. ഒരു നാട് മുഴുവനും തെറ്റുകാരിയാണെന്ന് പറയുമ്പോ സംശയത്തിന്റെ നിഴലില് മദീന എന്ന് പറയുന്ന നാട് മുഴുവനും പടച്ചവര് ആയിഷ ബീവി തെറ്റ് ചെയ്തോ ഇല്ലയോ അറിയില്ല, പലരും വിശ്വസിച്ചു. ആയിഷ ബീവി വീടിനകത്ത് റൂമിനകത്ത് ഒറ്റയ്ക്കിരുന്ന് കരയുകയാ. എല്ലാ ദിവസവും രാവിലെ ഇറങ്ങി നോക്കുകയാണ്, നബിതങ്ങൾ വരുന്നുണ്ടോ. സുബഹി കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കാത്തിരിക്കുകയാണ്. റസൂലുള്ള വരുന്നില്ല. ഒരുപാട് ദിവസം കഴിഞ്ഞു. ഒരു ദിവസം ചിരിക്കുന്ന മുഖത്തോടെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആയിഷ ഇറങ്ങി ഓടുകയാണ്. ഓടിച്ചെന്ന് നബിതങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹു പറഞ്ഞോ നബിയേ, അല്ല പറഞ്ഞോ നബിയേ, ഖുർആനിൽ ആയത്തിറങ്ങിയോ നബിയേ, ഏഴാകാശം കടന്ന് ജിബ്രീൽ വന്നോ നബിയേ. ആയിഷ, നീ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു. ആയിഷ, ജിബ്രീൽ ഖുർആനിന്റെ ആയത്തുമായി വന്നു. ആയിഷ, ആയിഷ ബീവിക്ക് വല്ലാത്ത സന്തോഷമായി. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ പറയുന്നു, എനിക്ക് ഉറപ്പായിരുന്നു നബിയേ, ജിബ്രീൽ വരുമെന്ന്, ഖുർആനിൽ ആയത്തിറങ്ങുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ, ഇത്രയും ദിവസം നീ എങ്ങനെയാ പിടിച്ചു നിന്നത്? നിനക്ക് ധൈര്യം എങ്ങനെ കിട്ടി ആയിഷ? നിനക്ക് ധൈര്യം എങ്ങനെ കിട്ടി ആയിഷ? ആ സമയത്താണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, യാ റസൂലല്ലാഹ്, ഞാൻ പിടിച്ചു നിന്നത് ഒരു ദിക്റിലാണ് നബിയേ. ആയിഷ ബീവി പറഞ്ഞ ദിക്ർ എന്തെന്നറിയോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി. എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷ ബീവി പറഞ്ഞ ദിക്റാണ്. നബിതങ്ങൾ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ ദിക്ർ പറഞ്ഞ അവന് മനസ്സിന് സമാധാനമാ, അവന് മനസ്സിന് സമാധാനമാ. വല്ലാത്ത ഒരു ധൈര്യമാടോ, വല്ലാത്ത ഒരു ധൈര്യമാടോ. അതുകൊണ്ട് സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സങ്കടം വരുമ്പോ, വല്ലാത്ത ദുഃഖം വരുമ്പോ പറയണം, ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ,
അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്ർ പറയുമ്പോൾ മനസ്സിനൊരു സമാധാനമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടുന്ന് പറയുകയാ, തവക്കൽതു അലല്ലാഹ് എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു അവനത് മതിയാകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. മൂന്നാമതായിട്ട് അല്ലാഹു പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടുന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തവക്കൽതു അലല്ലാഹ് എന്ന് പറയണേ. മക്കളെ സ്കൂളിലേക്ക് വിടുമ്പോ, പഠിച്ചവനെ മക്കളെ മദ്രസയിലേക്ക് വിടുമ്പോ, നിങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുട്ടികളെ പുറത്തേക്ക് വിടുമ്പോ, നിങ്ങൾ വണ്ടിയിലേക്ക് കയറ്റി വിടുമ്പോഴാകട്ടെ, പുറത്തേക്ക് ഇറക്കി വിടുന്ന സമയത്താകട്ടെ, നിങ്ങൾ പറയണം തവക്കൽതു അലല്ലാഹ്. മൂന്നാമതായിട്ട് പറയുകയാ, തവക്കൽതു അലല്ലാഹ് എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുകയാണെങ്കിൽ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു പറയുകയാണ്, പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു അവർക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളെ പുറത്തുവിടാൻ, കുട്ടികളെ പുറത്തുവിടാൻ പാടില്ലാത്ത സമയമുണ്ട്. 3 സമയങ്ങളിൽ പുറത്തു പോകാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പണ്ടുള്ള ഉമ്മമാര് പറയാറുണ്ട്, മഗ്രിബിന് തൊട്ടു മുമ്പുള്ള സമയം പുറത്തു പോകരുത്. പെണ്ണുങ്ങളും കുട്ടികളും ആ സമയത്ത് പുറത്തു പോകാൻ പാടില്ല. കാരണം ശൈത്താൻ ഇബ്ലീസ് ഇറങ്ങുന്ന സമയം. ആ സമയത്ത് പുറത്തുവിടണം. നമ്മുടെ മക്കളെ എങ്ങോട്ട് വിടുമ്പോഴും, അത് സ്കൂളിലാകട്ടെ, പള്ളിയിലാകട്ടെ, മദ്രസയിലാകട്ടെ, ട്യൂഷനാകട്ടെ, എങ്ങോട്ട് വിടുമ്പോഴും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ഒന്ന് പറഞ്ഞു വിട്ടാൽ ശൈത്താനിന്റെ ശർറുകളിൽ നിന്ന് അല്ലാഹു അവർക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പണ്ടത്തെ ഉമ്മമാർക്ക് വിവരമില്ലെന്ന് ആരാ പറഞ്ഞത്? അവർക്കൊക്കെ നല്ല ബുദ്ധിയാടോ? അവര് വെറുതെ പറയുന്നതല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 സമയങ്ങളിൽ എപ്പോഴും സൂക്ഷിക്കണം. നട്ടുച്ച സമയം, ഉച്ച സമയം, സൂര്യൻ മധ്യ ളുഹറിന്റെ തൊട്ട് മുമ്പുള്ള സമയം, അതുപോലെ തന്നെ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പുള്ള സമയം, അർദ്ധരാത്രിയിൽ. ഈ 3 സമയങ്ങൾ നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. എല്ലാവർക്കും തമാശയും കളിയൊക്കെയാ. അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങി വിടും. അവസാനം പിന്നെ കിടന്ന് മക്കള് സങ്കടപ്പെടുന്നത് കാണുമ്പോ, അല്ലാഹുവേ, ഏർവാടിയിലൊക്കെ പോകുമ്പോ കാണാം, എർവാടിയിലും ഓരോ ദർഗകളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് കാണാം. അല്ലാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഓരോ സ്ഥലങ്ങളിലൂടെ നടന്നിട്ട് പടച്ചവനെ എന്തൊക്കെയാ കുട്ടികൾ കാണിക്കുന്നത്, ഒരു ശ്രദ്ധയില്ല. പെണ്ണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളെ എവിടെ വിടുമ്പോഴും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് വിട്. മലക്കുകൾ നോക്കുമല്ലോ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹ് ഏൽപ്പിച്ചിട്ടല്ലേ വരുന്നത്. അവിടെ നിന്ന് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞു വാതി ഏത് കാര്യമാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറയേണ്ട ചില വാക്കുകൾ, അത് പറയുന്നത് കൊണ്ട് നമുക്ക് നഷ്ടമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത് കൊണ്ട് എന്ത് നഷ്ടമാണ് നമുക്കുള്ളത്? സൂറത്തുൽ കഹ്ഫ് ഓതുന്നവരല്ലേ നിങ്ങൾ? വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് ഓതുന്നവരല്ലേ? എടോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ ചരിത്ര സഹിതം എനിക്ക് നിങ്ങൾക്കും പറഞ്ഞു തരുന്നുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഒരു വാചകം പറഞ്ഞാൽ അല്ലാഹു നൽകിയിരിക്കുന്ന നിഅമത്ത് അവന് മരിക്കുന്ന കാലം വരെ അല്ലാഹു നിലനിർത്തി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരു വാക്ക് പറയുകയാണെങ്കിൽ, ഒരു വാചകം പറയുകയാണെങ്കിൽ, അല്ലാഹു നൽകിയിരിക്കുന്ന നിഅമത്ത്, നിന്റെ വീട്, നിന്റെ കാറ്, നിന്റെ ആരോഗ്യം, നിന്റെ സമ്പത്ത്, സർവ്വതും നിനക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ മുഴുവനും മരിക്കുവോളം അല്ലാഹു നിലനിർത്തി തരും. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ, അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊന്നും വെറുതെ പറയുന്നതല്ല. ഞാൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചരിത്രങ്ങൾ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുമ്പോൾ ഒരു വാഹനത്തിൽ കയറുമ്പോഴാണെങ്കിലും അത് പറയണം. കാരണം ആക്സിഡന്റുകൾ പറ്റി മരിച്ചു പോകുന്ന അപകടങ്ങൾ വല്ലാതെ എത്ര പേരാ. എന്റെ പ്രിയപ്പെട്ടവരെ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയണം. പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ, ഇബ്ലീസ് ഷർറുകൾ, ശൈത്താനിന്റെ ഷർറിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് സംരക്ഷണം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. 4, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു കൊടുക്കുന്ന 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ?
അവന്റെ ഉപജീവനം അല്ലാഹു അവന് കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരുമടോ, നിനക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരികയാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ അന്നകും കുൻതും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലി ലർസുഖതും കമാ തുർസുഖു തയ്ർ തൗദു ഖിമാസാ വതർഹു ബിതാനാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ പറവകളെ കാണുന്നവരാണല്ലോ, പക്ഷികളെ കാണുന്നവരാണല്ലോ, കടലിന്റെ തിരമാലകൾ അടിച്ചു വരുന്ന കടലിന് എതിരായി പറവകളെ പറന്നു പോവുകയാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലാഹുവാണല്ലോ, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവന് പടച്ചറപ്പാണല്ലോ. അതുകൊണ്ട് ആരെങ്കിലും തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ അല്ലാഹു അവന് ഉപജീവനത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. അവന് കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പത്തനാപുരത്ത് ഇടത്തറയിൽ കിടക്കുന്ന ഷാവുൽ അമീദിന്റെയും സാറാ ബീവിയുടെയും മകനായി എനിക്ക് എന്റെ ഉമ്മാടെ വയറ്റി കിടന്നപ്പോ അല്ല എഴുതിയിട്ടുണ്ടായിരുന്നു, ഇന്ന് ഉസ്താദിന്റെ വീട്ടിൽ പൊറോട്ടയും ബീഫും. പത്തനാപുരത്ത് കിടന്ന ഞാൻ വന്ന് തിന്നില്ലേ? തിന്നോ മനുഷ്യന്മാരെ? അവിടെ ഉറട്ടി ഉണ്ടായിരുന്നു, ഞാൻ തൊട്ടതുപോലുമില്ല. എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ അല്ല എഴുതിയിട്ടുണ്ട് റിസ്ക്, നാളെ എവിടെയാണെന്നറിയില്ല, എവിടെയാണെങ്കിലും പോയി കഴിക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളുടെ ആരുടെയെങ്കിലും പേരെഴുതിയ ചോറ് ഞാൻ തിന്നോ? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണം, പറ തിന്നോ? എന്റെ പേരെഴുതി നിങ്ങൾ തിന്നോ? എനിക്കാരാ ഭക്ഷണം തരുന്നവൻ? അല്ലാഹ്. ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും എന്റെ ഭാര്യക്കും മക്കൾക്കും മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരാന്ന് അല്ലാഹ് ഏറ്റിട്ടുണ്ട്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾ എന്തിനാ ബേജാറാവണേ? നിങ്ങൾ ടെൻഷൻ മക്കളെ കുറിച്ച്. ഇപ്പൊ സ്കൂളിൽ വിടുന്നുണ്ട്, സ്കൂളിൽ മക്കളെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തിനാ പഠിപ്പിക്കുന്നേ? മക്കളോട് ഉമ്മ ഉപദേശിച്ചു കൊടുക്കുക, നല്ലതുപോലെ പഠിക്കണം, ഫുള്ള് A+ വേണം. ഓ, എന്തൊരാർത്തിയാന്ന് നോക്കിയേ. അല്ലാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. ആരെ പടച്ചവനെ മക്കളെ. ഒരു SLC പരീക്ഷയുടെ സമയത്ത് ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറയുക, എന്റെ ഉസ്താദ് എന്റെ ഉമ്മാനെ ഒന്ന് ഉപദേശിക്കുക. സമാധാനം തരുന്നില്ല. നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഞാൻ ചോദിക്കട്ടെ പെങ്ങളെ, എന്തൊരു ആർത്തിയാ പെങ്ങളെ? നീ 120 മാർക്ക് വാങ്ങിയ സക്കറാത്തിന്റെ വരി വലിച്ചിട്ടല്ലേ? സത്യം പറ, നീ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറാൻ പെട്ട പാട്. അല്ല, 6ാം ക്ലാസ്സും കുസ്തി എടുത്ത വാപ്പയ 10A+. ഈ അടുത്തൊരു പെൺകുട്ടി ഒരു വിഷയത്തിന് തോറ്റുപോയി. SLC പരീക്ഷ കഴിഞ്ഞു, ഒരു വിഷയത്തിന് തോറ്റുപോയി. ഉമ്മ തല്ലി കൊല്ലുമെന്ന് പറഞ്ഞു. ആസറ്റ് എടുത്ത് കുടിച്ചിട്ട് ആത്മഹത്യ ചെയ്തടോ. തീർന്നില്ലേ? A+ കിട്ടിയോ? നമ്മൾ പീഡിപ്പിച്ച് നമ്മുടെ മക്കളെ കൊല്ലുക, ആർത്തി. എടോ, അവർക്കുള്ള ബുദ്ധി കൊണ്ടല്ലേ പഠിക്കാൻ പറ്റും. ഞാൻ മക്കളോട് പറ, മോനെ, ഉമ്മയുടെ ആഗ്രഹം മൊത്ത വിഷയത്തിന് ജയിക്കണമെന്ന്. ഒന്ന് പരിശ്രമിക്കുക. ഇത് പറയുന്ന പോലെയല്ല, പീഡനം പാടില്ല. പീഡിപ്പിച്ച് മക്കള് പരീക്ഷയ്ക്ക് തോക്കുന്നത് പഠിക്കാഞ്ഞിട്ടല്ല, പേടിച്ചിട്ട്. ഉമ്മ എന്ന് പറഞ്ഞ ഒരു ഭീകര ജീവിയായിട്ടാ ഉമ്മാനെ കാണുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരിക്കലും നമ്മളങ്ങനെ മക്കളെ സ്നേഹം പഠിപ്പിക്കുക, സ്നേഹത്തോടെ. പിന്നെ നിങ്ങൾ മുത്തല്യങ്ങൾ ചിരിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് തന്നാലേ നിങ്ങൾ പഠിക്കത്തുള്ളൂ. ഉള്ള കാര്യം പറയാം. മാരെ തല്ലാൻ പറ്റുമോ? തല്ലിയാകത്ത അല്ലേ? മുത്തല്യങ്ങളെ തല്ലും, നിങ്ങൾ അടി കൊണ്ടാലേ ഖുർആൻ പഠിക്കത്തുള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആണടാ ചങ്ങാതി, ഞാൻ ചുമ്മാതെ പറഞ്ഞല്ല, തെളിവ് വേണം. ലൈവായി പോയി. നീ ഉസ്താദ് അടിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ 8 കൊല്ലം മുമ്പ് ഒരു പ്രസംഗിച്ചു. സ്ത്രീകളെ തല്ലാൻ പറ്റുന്ന 5 സമയങ്ങൾ. 8 കൊല്ലം മുമ്പ് പ്രസംഗിച്ചതാ. ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത എനിക്കിപ്പം 30 കേസുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എത്ര കേസ്? സത്യം വല്ലാഹി 30. വനിതാ കമ്മീഷൻ എന്നെ ഇങ്ങനെ കയറ്റിക്കിറക്കേണ്ടിരിക്കപ്പം 30 കേസ്. ഏറ്റവും സമാധാനം എന്തെന്നറിയോ? ഈ അമുസ്ലിമീങ്ങളൊക്കെ നല്ലവരാ, അവരാരും നിങ്ങൾ കുറ്റം പറയരുത്, അവരൊക്കെ നല്ല ആൾക്കാരാണോ? ഈ 30 കേസും കൊടുത്തത് അവരല്ല, നമ്മുടെ സമുദായം തന്നെയാണ്.
അലയിക്കേണ്ടത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒന്നും പറഞ്ഞേക്കരുത്, ഇവരെ എന്തെങ്കിലും പറഞ്ഞ അകത്ത് കിടക്കേണ്ടവരും, അതാ പേടി. എടോ, പരിശുദ്ധമായ ഖുർആനിന്റെ ഒന്നാമത്തെ ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് നബിതങ്ങളുടെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഓതാൻ പറഞ്ഞു. നബിതങ്ങൾ എന്ത് മറുപടിയാ പറഞ്ഞേ? പറയുടെ ചങ്ങായിമാരെന്താ പറഞ്ഞേ? എനിക്ക് ഓതാൻ അറിയത്തില്ല, ഇല്ലേ? എനിക്ക് ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കെട്ടിപ്പിടിച്ച് മുത്തമാണോ കൊടുത്തേ? ആണോടാ? മുത്തം കൊടുത്തോ? ഇല്ല. എന്ത് ചെയ്തു? നബിതങ്ങളെ തന്റെ ശരീരത്തിലേക്ക് ചേർത്തു പിടിച്ചിട്ട് ഒന്ന് മുറുക്കൊന്ന് പിടിപ്പിച്ചൊന്ന് വേദനിപ്പിച്ചു. അതുകൊണ്ടല്ലേ സമ്മിലൂനി യാ ഖദീജ, എനിക്ക് പേടിച്ച് വീട്ടിൽ ചെന്നിട്ട് ശരീരം വേദനിക്കുന്നു, പുതപ്പിച്ചതാ. അപ്പൊ നബിതങ്ങളുടെ ശരീരം ഒന്ന് വേദനിപ്പിച്ചിട്ട് പറഞ്ഞു ഇനി ഓതാൻ. ഓതിയോ? നബിതങ്ങളെ ശരീരം ഒന്ന് വേദനിപ്പിച്ചിട്ട് ഓതാൻ പറഞ്ഞപ്പോ നബിതങ്ങൾ ഓതി ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അപ്പൊ ശരീരം വേദനിച്ച ഓതൂല്ലേ? അപ്പൊ ഉസ്താദ് ഇടയ്ക്കൊന്ന് തരുന്നത് കുറ്റമില്ലല്ലോ, അല്ലേ? അടി കൊണ്ടാലേ പഠിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ശൈത്താൻ കയറും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇവിടെ പിന്നെ അടിയൊന്നും വേണ്ടെന്ന് തോന്നുന്നു, നല്ല പഠിക്കണ മക്കളല്ലേ, അല്ലേ? അള്ളാഹു നല്ല ബുദ്ധിയും നല്ല ഓർമ്മശക്തിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്തിനാ ഇങ്ങനെ പീഡിപ്പിക്കണേ? മക്കളെ അങ്ങനല്ല, മക്കൾ നല്ല കഴിവുള്ളവരാ. അവര് നമ്മൾ സ്നേഹത്തോടുകൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, നല്ലപോലെ പഠിപ്പിക്കണം. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നിന്റെ മക്കളെ നീ പഠിപ്പിക്കുന്ന എന്തിനാ? മൊത്തം നല്ല മാർക്ക് വാങ്ങണം, നല്ലതുപോലെ ജയിക്കണം, നല്ല ജോലി ഉണ്ടാകണം, നല്ല പൈസ ഉണ്ടാകണം, എങ്കിലേ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ. മക്കളോട് ഉമ്മ പറഞ്ഞു കൊടുക്കുക, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവനോട് പറയാ, പണം ഉണ്ടെങ്കിലേ ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂ. പണമുണ്ടെങ്കിലേ ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂ. ഇന്നത്തെ പെൺകുട്ടികൾ നോക്കിക്കേ, കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. പണ്ട് കല്യാണത്തിന് സമ്മതിക്കാതെ വന്നാ പറയും പ്രണയമാണ്. ഇപ്പൊ പ്രണയമൊന്നുമില്ല, എല്ലാം കള്ളമാണല്ലോ, തേച്ചിട്ട് പോകല. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്ത് പ്രണയം? ഇന്ന് അതിനൊന്നും വിലയില്ലാതെ പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ട് ആണുങ്ങൾ പെണ്ണുങ്ങളെ തേക്കുന്നു, ഇപ്പൊ പെണ്ണുങ്ങൾ ആണുങ്ങളെ തേക്കുന്നു. എല്ലാം തേപ്പ. പോട്ടെ, ഞാൻ പോട്ടെ എന്ന് ഞാൻ പറയുന്നില്ല. ഈ കുട്ടിയോട് ചോദിക്കുന്ന, എന്തേ മോളെ കല്യാണത്തിന് സമ്മതിക്കാത്തത്? ഉസ്താദെ, ഞാൻ ജോലിയായിട്ടേ പെണ്ണ് കെട്ടത്തുള്ളൂ. പെണ്ണ് പറയുന്ന മറുപടി എന്താ? ഞാൻ ജോലിയായിട്ടേ പെണ്ണ് കെട്ടത്തുള്ളൂ. ഇവള് പറയുന്നത്, ഇവളാ കെട്ടുന്നത്, ഞാൻ ജോലിയായിട്ടേ കല്യാണം കഴിക്കുന്നുള്ളൂ. അതെന്താ? അല്ല, എന്റെ ഭർത്താവിന്റെ പൈസ കൊണ്ട് എന്തായാലും ജീവിക്കാൻ പറ്റൂല, ഞാനും കൂടെ സമ്പാദിച്ചാലേ ജീവിക്കാൻ പറ്റൂ. എങ്ങനെ? ഇവിടെ നേരത്തെ പറയാ, എന്നെ കെട്ടുന്ന ഭർത്താവ് അവൻ ചെയ്യുന്ന ജോലി കിട്ടുന്ന ശമ്പളം കൊണ്ട് കുടുംബത്തെ പോറ്റാൻ പറ്റൂല, ഞാനും കൂടെ സമ്പാദിക്കണം. ഒരു മുഴം മുമ്പേ അറിയാ. കാരണം നിന്റെ ഉമ്മ IPS കാരി, ഉമ്മ കളക്ടർ, ബാപ്പ കളക്ടറും ആയിരുന്നു. എന്നിട്ടാ നിങ്ങളെ വളർത്തിയത്. ഇന്നത്തെ തലമുറ അങ്ങനെ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു പറയുകയാ, നിങ്ങൾ ആരെങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് എന്താ പറഞ്ഞേ? മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുമ്പിൽ കൈനീട്ടാതെ നിനക്ക് ജീവിക്കണോ? മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരും, നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും. പക്ഷെ എന്ത് ചെയ്യണം? ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യുവോ? വേണമെങ്കിൽ ചെയ്താൽ മതി. എനിക്ക് എന്റെ കാര്യം നോക്കിയാ പോരെ. 5 പൈസയുടെ കഷ്ടപ്പാടുണ്ടോ? പൈസ കൊടുക്കണോ? ഒന്നും വേണ്ട. അല്ലാഹ് പറയുന്നു, ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം ആര് തരും? ഞാൻ തരും. അള്ളാഹു തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചെയ്യുവോ? ഞാനല്ല പറഞ്ഞത്, അള്ളയാ പറഞ്ഞ. ചെയ്യോ? അള്ളാഹു പറയുകയാണ് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ? സൂറത്തു ത്വാഹയുടെ 132-ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു. 130 ഏതാ ആയത്ത്? ഹാഫിദ് എന്തേപ്പാ? ഹാഫിദ് ഉണ്ടായിരുന്നല്ലോ. സൂറത്ത് താഹയുടെ 132. എന്റെ പള്ളിയില് ഹിഫ്ദുൽ ഖുർആന്റെ ഒരു മത്സരം ഉണ്ടായിരുന്നു. 1,00,000 രൂപയായിരുന്നു സമ്മാനം. 13 വയസ്സ് മുതൽ 23 വയസ്സ് വരെ പ്രായമുള്ളവര് 65 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. 1,00,000 രൂപ വാങ്ങിച്ചുകൊണ്ട് പോയത് ആ 13 വയസ്സുകാരനായിരുന്നു. അള്ളാഹു പൊന്നുമോന് നല്ല ബുദ്ധി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
അത്രയേ ഉള്ളൊരു സാധനം, ചെറിയൊരു സാധനം വന്നിരുന്നിട്ട് 65 വിദ്യാർത്ഥികൾ അൽഹംദുലില്ലാ അടുത്ത കൊല്ലം ഉണ്ട് കേട്ടാ. ഖുർആൻ പാരായണ മത്സരം ഹിഫ്ള് ഇൻഷാ അല്ലാഹ് വരണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പറയുകയാണ് വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. കേൾക്കടോ മുസ്ലിമേ, സൂറത്ത് ത്വാഹയാണ്. ആർക്ക് വേണമെങ്കിലും അവസാനത്തെ പേജ് എടുത്തു നോക്കാം. അല്ലാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ അല്ലാഹു പറയുന്നു 2 പ്രതിഫലം തരാ, 2 പ്രതിഫലം തരാ. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹു പറയുകയാ വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക. അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്ത് ചെയ്യണം?